എന്റെ മൊബൈലിലെ DP അതുപോലെ സ്റ്റാറ്റസ് എല്ലാം ഈശോടെ. ഇടയ്ക്കിടയ്ക്ക് അവർ പിള്ളേർ നോക്കുമ്പോ കൂടെ ഉള്ളവർ നോക്കുമ്പോൾ ഈശോയുടെ കാര്യങ്ങളാണ് ഞാൻ സ്റ്റാറ്റസ് ഇടുകയും DP ഇടുകയൊക്കെ ചെയ്യണം. അപ്പോൾ അവർ ചോദിക്കും, നീ എന്നും ആശുപത്രിയില്ല, പിന്നെ എന്തിനാടി നീ ഇങ്ങനെ ഇടണമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, ഈശോ എന്റെ ബ്രദറാ, അതുകൊണ്ട് ഞാൻ ഇടണയാ. ഞാൻ എന്റെ ബ്രദറിന്റെ കാര്യം ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഈശോ എന്റെ ആംഗ്ലല്ലേ, ഈശോ എന്റെ സ്വന്തം അല്ലേ, പിന്നെ എനിക്ക് ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ പറയും. നമ്മുടെ സ്വന്തമായിട്ട് ഏറ്റവും, ഞാൻ പറയും, ചിലർ പറയും ഈശോനെ അപ്പനായിട്ട് കാണണം, ചിലർ പറയും അമ്മയായിട്ട് കാണണം. പറയും ആരെയാണോ ഏറ്റവും ഇഷ്ടം ആ ആളായിട്ട് കാണാൻ പറ്റിയ അത് വലിയ ഭാഗ്യമായിരിക്കും. എനിക്ക് എന്റെ ഈശോ എന്റെ ആങ്ങളെയാ. ഓരോരുത്തർക്കും ഓരോരുത്തർക്കും കംഫോർട്ട് ആയിട്ടുള്ള സോൺ ഉണ്ടായിരിക്കും. ഈശോയിലേക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ബൈബിൾ എടുത്ത് നോക്കിയപ്പോ കിട്ടിയൊരു വചനാണ്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, വിശ്വസ്തത അചഞ്ചലം എന്ന്. അപ്പോൾ ഞാൻ ഈശോയുടെ അടുത്ത് നിന്നിരുന്നിട്ട്, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, കുറെ കേട്ടിട്ടുണ്ട്. എന്താ ഈ അനന്തം എന്ന് പറയുമ്പോ ഒത്തിരി ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തരോടും ഞാൻ മനസ്സിലാക്കിയത് വെച്ച്, ഒരാളോട് സ്നേഹിക്കുന്ന പോലെ ഒരാളോട് ഈശോ കാണിക്കുന്ന സ്നേഹം പോലെയല്ല വേറൊരാളോട് കാണിക്കുന്ന സ്നേഹം. നമ്മൾ പുറമേ കാണുമ്പോൾ കുറച്ച് നല്ലത് നന്മ വരുത്തുക, അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈശോയുടെ സ്നേഹം എന്നൊക്കെ ഞാൻ തെറ്റിദ്ധരിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരാളെ സ്നേഹിക്കുന്ന പോലെയല്ല. നമ്മൾ വിശുദ്ധരുടെ ജീവചരിത്രമൊക്കെ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ആ ഒരു രീതിയിലാണ്. വിശുദ്ധ അൽഫോൻസാമ്മനെ സ്നേഹിച്ച പോലെയല്ല വിശുദ്ധ മദർ തെരേസനെ. എന്തായാലും അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. അതുപോലെയല്ല കൊച്ചു ത്രേസ്യനെ എന്ന് പറയുന്ന പോലെ എന്റെ ഈശോ സ്നേഹിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും ഈശോ സ്നേഹിക്കുന്ന ഒരു പ്രത്യേക കീനായിട്ട് ഓരോരുത്തരെയും നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെ തന്നെ ഈശോ സ്നേഹിക്കുന്ന ആ ഒരു പ്രിന്റിനും ആ ഒരു ഇതിനും ആ ഒരു പാത്തിനും മാറ്റമുണ്ട്. ഓക്കെ, ഞാൻ എന്റെ ജീവിതം പറയാണേ. എനിക്ക് മടത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈശോനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ 2018 ഞാൻ +2 കഴിഞ്ഞപ്പോ മടത്തിൽ മടത്തിൽ പോയി. നന്നായിട്ട് തന്നെ പോയി. ഒരു നോഷ്യേറ്റ് കാലഘട്ടം കഴിഞ്ഞപ്പോ 3rd ഇയർ കഴിഞ്ഞു, കാനോനിക്കൽ ഇയർ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോ എനിക്ക് റീജൻസിക്ക് ഇറങ്ങി. റീജൻസിയിൽ വെച്ചിട്ട് എനിക്ക് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് എന്ന് പറയുന്ന ഒരു രോഗം പിടിപെട്ടു. മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, അത് ആദ്യം കേട്ടപ്പോൾ ഇത് എന്താന്ന് പോലും അറിയത്തില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, സിസ്റ്റേഴ്സ് തന്നെ കൊണ്ടുപോയി, വീട്ടുകാർ കൊണ്ടുപോയി ഡയഗ്നോസ് ചെയ്തു. അപ്പൊ ആണ് അറിയണേ ഇതിന് മരുന്നില്ലാത്തൊരു അസുഖം എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതോടെ വെച്ചിട്ട് എനിക്ക് ആദ്യം ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് മരുന്നില്ലാത്ത അസുഖം എന്ന് പറഞ്ഞാലും അത് ഭേദാവും, പെട്ടെന്ന് ഭേദാവും എന്നൊക്കെ തന്നെ ഞാൻ വിശ്വസിക്കണേ. വേഗം ഈശോ മാറ്റി തരും എന്നൊക്കെ വിശ്വസിക്കുന്നത്. കാനോനിക്കൽ ഇയർ കഴിഞ്ഞിട്ട് ആ ഒരു ഈശോയുടെ ഒട്ടി ചേർന്ന് നിൽക്കണോണ്ട് ഈശോ എന്തായാലും എന്നെ ഇപ്പൊ തന്നെ രക്ഷിക്കും, ആ ഒരു ഇതാണ്. പക്ഷേ ഈ കാനോനിക്കൽ ഇയർ കഴിഞ്ഞെങ്കിലും പിന്നീട് ആ ഒരു വർഷം ഞാൻ മടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഈശോയോട് ഞാൻ ചോദിക്കായിരുന്നു, എന്നാ ഈശോയെ ഇങ്ങനെയൊക്കെ തന്നെ, ഈശോ എന്നാലും എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരാതി പറയുവേ. അത് കഴിഞ്ഞു 2021 21 മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് വന്നത്. 2022 മഠത്തിൽ നിന്ന് എന്നെ വിട്ടു, രോഗമായതിന്റെ പേരിൽ എന്നെ വിട്ടു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. ഈശോയെ നീ ഇങ്ങനെ ചെയ്ത് ശരിയായില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടമായി. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ ഞാൻ എന്നോട് തന്നെ ചോദിക്കാണ്, ഈശോയെ നീ എനിക്ക് ഇനി ആരാ? ആ ഒരു ചിന്ത വരിക, ഈശോയെ നീ ഇനി എനിക്ക് ആരാ? ഞാൻ അത്രയും സ്നേഹിച്ചതല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു ദിവസം രാത്രി ഭയങ്കര കരച്ചിൽ കയറിയോ. പെട്ടെന്ന് മാതാവ് എന്നോട് ചോദിക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ്, ഞാൻ നിന്റെ അമ്മയല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ ബുദ്ധിപരമായിട്ട് ഞാൻ ചിന്തിക്കാം, അമ്മ എന്റെ മാതാവ് എന്റെ അമ്മയാവണമെങ്കിൽ ഈശോ എന്റെ സഹോദരനായല്ലേ പറ്റുള്ളൂ. ആ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചെടുക്കാണ്. പിന്നെ ആ ഒരു രീതിയിൽ ഞാൻ മനസ്സിലാക്കി. മഠത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജർമ്മൻ പഠിച്ചു. ജർമ്മൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഈശോ എന്നെ പിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്നെ ജർമ്മനിക്ക് കൊണ്ടാന്ന് പറഞ്ഞൊരു ബ്രദർ ഉണ്ടായിരുന്നു. എന്റെ കസിൻ ബ്രദർ അച്ഛനായിരുന്നു. ആ ചേട്ടായി ഒരു ആക്സിഡന്റ് ഉണ്ടായി മരിച്ചുപോയി. ജർമ്മനിയിൽ തന്നെ വെച്ചിട്ട് മരിച്ചുപോയി. അപ്പോഴും ആ പാത്തിന് എന്തോ ഒരു പ്രശ്നം. എന്നോട് എന്റെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, ജർമ്മൻ പഠിക്കുന്ന എന്റെ കുറെ കൂട്ടുകാരുണ്ട്. അവരെന്നെ ചോദിക്കുന്നുണ്ട്, നീ ഇനി എന്തിനാ ഇങ്ങനെ, നീ എന്തിനാ എന്നും കുർബാനയ്ക്ക് പോണേ? അവിടെ ചാപ്പലിൽ അച്ഛന്മാരുടെ ചാപ്പലായതുകൊണ്ട് കുർബാനയുണ്ട്, റോസറി ഉണ്ട് എല്ലാ ദിവസവും. അപ്പൊ നീ എന്തിനാ ഇങ്ങനെ നടക്കണേ? നീ ഇനി ജർമ്മനിക്ക് പോകാൻ പോകുന്നുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരോട് പറയാൻ ഈശോ എനിക്കൊരു ഉത്തരം തന്നായിരുന്നേ. ഈശോ എന്റെ ബ്രദറാണ്, എനിക്ക് വേറെ ബ്രദേഴ്സ് ആരും ഇല്ല, എനിക്ക് ചേട്ടായിമാരില്ല. അപ്പൊ എനിക്ക് എന്റെ ചേട്ടായി ആയിട്ട് ഈശോ ഉണ്ട്. അതൊന്ന് പറയാൻ എന്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഈശോ എനിക്ക് പ്രത്യേകം തന്നതാ. അത് ഇപ്പോഴും ഞാൻ എന്റെ കൂടെ പഠിക്കുന്ന എന്റെ കൂട്ടുകാർക്കൊക്കെ അറിയാം എനിക്ക് എന്റെ ഈശോ ആങ്ങളെയാന്നുള്ളത്.
പിന്നെ ചിലരൊക്കെ എന്നെ കളിയാക്കൂട്ടോ. ഈശോയുടെ കുഞ്ഞുപ്പെങ്ങളല്ലേ, അങ്ങനെയാണെങ്കിൽ നീ പ്രാർത്ഥിക്ക്, അങ്ങനെ കളിയാക്കാറുണ്ട്. പക്ഷെ അത് പറയുമ്പോ ഒരു ബിലോങ്ങിങ് ആണല്ലോ, ഭയങ്കര ഒരു സേഫ് ഫീലിംഗ് ആണ്. ഈശോയുടെ സ്വന്തം പെങ്ങളായിരിക്കുമ്പോ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു ഭയങ്കര ബിലോങ്ങിങ് ഫീലാണ്. പിന്നെ ഇപ്പോഴെല്ലാം ഈ പോകുന്ന കാലഘട്ടത്തിലെല്ലാം, ഇങ്ങനെ ജർമ്മൻ പഠിച്ച കാലഘട്ടത്തിലും ഒക്കെ എന്റെ അസുഖങ്ങൾ അതുപോലെ തന്നെയുണ്ട്. മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇടയ്ക്ക് ഇങ്ങനെ വിറച്ചിലൊക്കെ വരും. നമ്മുടെ ഫിക്സ് പോലെയല്ല, അല്ലാതെ തന്നെ ശരീരം ഇങ്ങനെ വിറയ്ക്കുന്ന ഒരവസ്ഥയാണ്. അതിനെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റീരോയിഡ് ഇഞ്ചക്ഷൻ ആണ് എന്റെ ശരീരത്തിൽ എടുത്തുകൊണ്ടിരുന്നത്. സ്റ്റീരോയിഡ് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിച്ചു പൂർത്തിയാക്കി. അത് കഴിഞ്ഞപ്പോ ചേട്ടായില്ലാത്തോണ്ട് പോവണ്ടെന്ന് വെച്ചേ. പിന്നീട് ഞാൻ ജർമ്മൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ജർമ്മൻ പഠിപ്പിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ നന്മമരത്തിലൊക്കെ ജോയിൻ ചെയ്യുന്നത്. അതും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് അങ്ങനെ ആണ് ഞാൻ നന്മമരത്തിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അടുത്ത ഒരു ഗിഫ്റ്റും കൂടെ തന്നു ഈശോ. ഒത്തിരി സ്നേഹിക്കുന്നോണ്ടാവാം, ആദ്യം മൾട്ടിപ്പിൾ സ്ക്ലറോസിസ് എന്ന് പറയുന്ന അസുഖം തന്നതുപോലെ തന്നെ ക്രോൺസ് ഡിസീസ് എന്ന് പറയുന്ന ഒരു അസുഖം കൂടെ തന്നു. ക്രോൺസ് ഡിസീസ് അത് വയറിനെ ബാധിക്കുന്നതാണ്. അപ്പൊ ജർമ്മൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഈ രോഗം വന്ന് ഞാനൊരു 18 ദിവസം രാജഗിരി ഹോസ്പിറ്റല്, ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ കിടന്നു. 17ാമത്തെ ദിവസമാണ് ഇത് എന്ത് അസുഖമാണെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ്. അതുവരെ ഇത് എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ കട്ടിലിന് ചുറ്റും വന്നിട്ട് ഇങ്ങനെ ഡോക്ടേഴ്സ് നിൽക്കും, എന്താണെന്നറിയത്തില്ല. ഇനിയിപ്പോ ഇവിടുന്ന് കൊണ്ടുപോകണോ എങ്ങോട്ട് കൊണ്ടുപോകാനാ, കൊണ്ടുപോയിട്ട് കാര്യമില്ല, ആ ഒരു രീതിയിലായിരുന്നു. ഇപ്പോഴും അറിയത്തില്ല, ഉത്തരമില്ലാത്തൊരു ചോദ്യം, ഇതെന്തേ ഇങ്ങനെ. ഞാൻ ചോദിച്ചോണ്ടിരുന്നു, ഇതെന്തേ ഇങ്ങനെ ഈശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറയില്ല, പക്ഷെ നീ എന്നെ ഇത്ര സ്നേഹിക്കുന്നില്ലല്ലോ. സ്നേഹിക്കുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തീരെ അങ്ങ് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷെ നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ, പിന്നെ എന്താ ഇങ്ങനെയെന്നൊക്കെ ഞാൻ എപ്പോഴും ചോദിച്ചോണ്ടിരുന്നു കേട്ടോ. പക്ഷെ ഈശോ സ്നേഹിക്കുന്നത് തന്നെയായിരുന്നു, പ്രത്യേക വഴി കൂടെ ആയിരുന്നു എന്ന് മാത്രം. പിന്നെയാണെങ്കിൽ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയി. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോ ഈ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞ് പിന്നെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോയി. അന്നേരം എന്താ എടുക്കണം, ഞാൻ വീണു. ഒരു കല്ല് തട്ടി വീണതാ. എന്റെ ഇവിടെയൊക്കെ ആകെ പൊട്ടിയിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നു. എന്റെ ഗ്ലാസ് പൊട്ടി, ഇവിടെ കയറി, കണ്ണിന്റെ സൈഡിനൊക്കെ കയറി. എന്നിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തു. അതും ഒരു ഷോക്കായിരുന്നു, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഡ്രൈവിംഗ് ഒക്കെ മുടങ്ങി, ഡ്രൈവിംഗ് പഠിക്കുന്ന കാര്യം മുടങ്ങി. പിന്നെ ഞാൻ ഈശോയോട് ഒരാഗ്രഹമായിട്ട് എന്റെ മനസ്സിൽ കൊണ്ടു കേട്ടോ, എനിക്ക് എന്തായാലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം, ഈശോയെ നീ എനിക്ക് എടുത്തു തന്നെ. എന്നിട്ട് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട് വീണ്ടും ഇതിന് പോയി. അന്നേരം ശരിക്കും പറഞ്ഞ ടെസ്റ്റിന് വന്ന ആള്, ആ ഒരു ഓഫീസർ ശരിക്കും ഒട്ടും അങ്ങ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ആളായിരുന്നു. അവിടെ ബാക്കി ഡ്രൈവിംഗ് സാർമാരെല്ലാരും പറയുന്നുണ്ടായിരുന്നു ആള് ഭയങ്കര സ്ട്രിക്റ്റാ, അതുകൊണ്ട് എങ്ങനെയാവുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാണ് കയറ്റി വിട്ടത്. അതിന് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ടെസ്റ്റിനാണ് ജയിച്ചത്. ഫസ്റ്റ് ടെസ്റ്റിന് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോൾ ട്രെയിൻ ചെയ്താലും കറക്റ്റ് ആയിട്ട് എച്ച് എടുക്കണമായിരുന്നു. പക്ഷെ അവസാനം കറക്റ്റ് എച്ച് എടുത്തപ്പോൾ തെറ്റിപ്പോയി. ആദ്യത്തെ ടെസ്റ്റിന് എച്ച് എടുത്തപ്പോ തെറ്റിപ്പോയി. അപ്പൊ ഞാൻ വിശ്വസിച്ചിരുന്നേ എനിക്ക് എടുക്കാൻ പറ്റും, ഞാൻ എന്റെ തന്നെ മെറിറ്റില് പ്രത്യാശ വെച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതിലാണ് ആദ്യം പോയത്. രണ്ടാമത് പോയി കഴിഞ്ഞപ്പോ ഇവര് ടെസ്റ്റ് നടത്തുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം എച്ച് എടുത്തോ അന്നേരം എല്ലാം ആ കമ്പിയെ തെറ്റിപ്പോയിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം പോലും എച്ച് ആയിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, സാറ് എന്തിനാ വെറുതെ, ചുമ്മാ ഒന്ന് കേറി നോക്ക്, കിട്ടില്ലെന്ന് ഉറപ്പാ, ആ ഒരു രീതിയിലാ പറഞ്ഞത്. പിന്നെങ്കിൽ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, കേറിക്കോ, ടെസ്റ്റിന് കേറിക്കോ, അങ്ങനെ സാറ് പറഞ്ഞു. പക്ഷെ ഞാൻ ഈശോയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ചെയ്യാൻ പോയത്. അത് പാസ്സായി. റോഡ് ടെസ്റ്റിനൊക്കെ ആണെങ്കിലും എന്തായാലും കിട്ടത്തില്ല എന്ന് ഉറപ്പ് പറഞ്ഞു സാറ്, എന്തായാലും നിനക്ക് കിട്ടത്തില്ല. പക്ഷെ ആ സാറ് എങ്ങനെയാണോ, ഈശോ ആയിരുന്നു എന്റെ അടുത്തിരുന്ന് ഡ്രൈവിങ്ങിന് ടെസ്റ്റ് ചെയ്യാനിരുന്ന ആ സാറ് ഈശോയുടെ ഒരു പ്രതിനിധിനെ പോലെ എനിക്കിത് പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് ആളെനിക്ക് പറഞ്ഞു തരുമായിരുന്നു ചെയ്ത്. അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് എനിക്ക് കിട്ടി, ലൈസൻസ് കിട്ടി. അങ്ങനെ ആ ഒരു കാലഘട്ടം. പിന്നീടാണെങ്കിൽ അപ്പോഴൊക്കെ ഞാൻ ശരിക്കും ഈശോനെ എന്റെ അടുത്ത് കാണുമായിരുന്നേ. ഈശോ അടുത്തിരുന്ന് പറഞ്ഞു തന്നെ പോലെ അവിടെ ഈ സീറ്റ് ബെൽറ്റ് ഇട്. സാധാരണ സാറുമാര് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ചെല്ലുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടാൻ ഡ്രൈവർമാർക്ക് പറഞ്ഞു കൊടുക്കില്ലല്ലോ. പക്ഷെ ഈശോ പറഞ്ഞു തരുമായിരുന്നു, സീറ്റ് ബെൽറ്റ് ഇട്ടോട്ടോ,
പയ്യെ ചവിട്ട് നിർത്തിക്കോട്ടോ, അങ്ങനെ സൈഡ് ചേർത്ത് നിർത്ത്, അങ്ങനെയൊക്കെ പറഞ്ഞു തരുമായിരുന്നു ഈശോ എനിക്ക്. അങ്ങനെ എനിക്ക് ഈശോ ലൈസൻസ് എടുത്തു തന്നു. അപ്പോഴെല്ലാം എനിക്ക് ഇതാണ്, ഈശോ എന്റെ ബ്രദറാ, ആ ഇരിക്കുന്ന എന്റെ ബ്രദറാന്ന് എന്റെ മനസ്സിൽ എപ്പോഴും. ഈശോയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയി. പിന്നെ എന്റെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാൻ എടുത്തു. ജർമ്മൻ പഠിപ്പിക്കാനായിട്ട് ഇനി എനിക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല തോന്നി. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു കോഴ്സ് എടുത്തു. ഞാൻ ഏതായാലും ആശുപത്രി തന്നെയാണ്, ഇന്നും ഞാൻ ആശുപത്രി തന്നെയാണല്ലോ. അപ്പൊ പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു കോഴ്സ് എടുക്കുവാണെങ്കിൽ അവിടെ തന്നെ ഒരു ജോലി കിട്ടിയാൽ നല്ലതല്ലേ. അങ്ങനെ ഓർത്തുകൊണ്ട് ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു കോഴ്സ് എടുത്തു. അതിനിടയ്ക്കും പല പ്രാവശ്യവും ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, മെഡിസിൻ എടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ ആശുപത്രി കിടന്നുകൊണ്ട് ക്ലാസ് കൂടിയിട്ടുണ്ട്. അപ്പോ ഈ ആശുപത്രി കിടന്നുകൊണ്ട് ക്ലാസ് കൂടും. എന്റെ മൊബൈലിലെ DP അതുപോലെ സ്റ്റാറ്റസ് എല്ലാം ഈശോടെ. ഇടയ്ക്കിടയ്ക്ക് അവര് പിള്ളേര് നോക്കുമ്പോ, കൂടെ ഉള്ളവർ നോക്കുമ്പോ ഈശോയുടെ കാര്യങ്ങളാണ് ഞാൻ സ്റ്റാറ്റസ് ഇടുകയും DP ഇടുകയും ഒക്കെ ചെയ്യണത്. അപ്പൊ അവർ ചോദിക്കും, നീ എന്നും ആശുപത്രിയില്ല, പിന്നെ എന്തിനാടി നീ ഇങ്ങനെ ഇടണേന്നൊക്കെ ചോദിക്കേ. അപ്പോ ഞാൻ പറയും, ഈശോ എന്റെ ബ്രദറാ, അതുകൊണ്ട് ഞാൻ ഇടണയാ. ഞാൻ എന്റെ ബ്രദറിന്റെ കാര്യം ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഈശോ എന്റെ ആങ്ങളയല്ലേ, ഈശോ എന്റെ സ്വന്തം അല്ലേ, പിന്നെ എനിക്ക് ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ പറയും. അപ്പോ കുട്ടികള് ജസ്റ്റ് ഈശോനെ എന്നെയും ചേർത്ത് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഈശോയും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് എവിടെയോ ഇരിക്കുന്നവർക്ക് മനസ്സിലാവും. ഞങ്ങള് ഈ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്തത് ഓൺലൈനായിട്ടാ. ഈ ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സിൽ എവിടെയെങ്ങാണ്ടൊക്കെ തിരുവനന്തപുരത്ത്, ആലപ്പുഴയില്, എന്റെ വീട് എറണാകുളം കോതമംഗലാട്ടോ, അവിടെ ഇരിക്കുന്ന ഒരാൾക്കുടെ കൂടെ ഈശോ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമില്ലേ. അതല്ലേ എനിക്ക് പ്രഘോഷിക്കാൻ പറ്റുന്ന സുവിശേഷം. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അങ്ങനെ പോയി. പിന്നെ ഈ അടുത്ത നാളുകളിലാണ് വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യാൻ എനിക്ക് പല പ്രാവശ്യവും മടിയായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം എന്തോ മാതാവ് എന്നോട് പറയും പോലെ എനിക്ക് മനസ്സിലിരുന്ന് തോന്നുക, ഈ പ്രാവശ്യം വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്തു. 33 ദിവസം പ്രാർത്ഥിച്ച്. എനിക്ക് തുടങ്ങാൻ പേടിയായിരുന്നു യഥാർത്ഥത്തില്. 33 ദിവസം എനിക്ക് പറ്റിയില്ലെങ്കിലോ, ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയാലോ, അങ്ങനെ പേടിയായിരുന്നു. എന്നിട്ട് ഈ പ്രാവശ്യം ഞാൻ 33 ദിവസം പ്രാർത്ഥിച്ച് ഡിസംബർ 8-ാം തീയതി വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്തു. വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്തിട്ട് ഓരോ ദിവസവും പിന്നെ കുർബാന സ്വീകരിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ഈശോയോടും പറയും, മാതാവിനോടും പറയും, ഈശോയും മാതാവ് എന്റെ അടുത്തുണ്ട്, മാതാവ് എന്റെ ഉള്ളിലുണ്ട്, അതുകൊണ്ട് ഈശോയെ നീ മാതാവിനെ ഇട്ടിട്ട് ഓടിപ്പോവരുത്. ഈശോയോട് അങ്ങനെ പറയുമ്പോൾ മാതാവിനോട് പറയും, ഈശോ ചിലപ്പോ ഈശോനെ ഞാൻ ഇറക്കി വിടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, പൊന്നു മാതാവേ എന്റെ ഉള്ളിൽ നിന്ന് ഈശോനെ ഇറക്കി വിടല്ലേ, പിടിച്ചു നിർത്തിക്കോണേന്ന് പറയും. ശരിക്കും അതിൽ പിന്നെ അങ്ങനെ ഓരോ ദിവസവും പോയി കുർബാന സ്വീകരിച്ചു തുടങ്ങിയ പിന്നെ എനിക്ക് അതിൻ്റെതായ മാറ്റം കാണാനുണ്ടേ. ഈശോനെ പിടിച്ചു നിർത്തേക്കണം എന്ന് വെച്ചാൽ മാതാവ് പിടിച്ചു നിർത്തും. നമ്മുടെ ഉള്ളിൽ മാതാവ് ഉറപ്പായിട്ടും പിടിച്ചു നിർത്തും. ഈശോയോട് മാതാവിനെ വിട്ടിട്ട് ഇറങ്ങി പോവില്ലെന്ന് പറഞ്ഞാൽ ഈശോ ഇറങ്ങി പോകത്തുമില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. എനിക്ക് എല്ലാ ദിവസവും പോയി കുർബാന പള്ളിയിൽ സ്വീകരിക്കാൻ പറ്റാറില്ല. എനിക്ക് കുറച്ചല്ലേ നടക്കാനുള്ളൂ. പക്ഷെ എല്ലാ ദിവസവും ഈ രോഗങ്ങൾ കാരണം എനിക്ക് നടന്നു പോയി കുർബാന സ്വീകരിക്കാൻ പറ്റാറില്ല, പള്ളിയിൽ പോയി കുർബാന കാണാൻ പറ്റാറില്ല. അപ്പൊ എനിക്ക് എല്ലാ ദിവസവും വീട്ടില് യൂട്യൂബിൽ ഞാൻ കുർബാന കാണാറ്. സൺഡേസിൽ മാത്രം ഞാൻ പോവും. സൺഡേസിലാണെങ്കിൽ എനിക്ക് പപ്പയുടെ വണ്ടിക്ക് പോകാനായിട്ട് പറ്റും. അല്ലെങ്കിൽ പപ്പയ്ക്ക് റബ്ബർ വെട്ടാനാളെ പപ്പ. അപ്പൊ വണ്ടി കൊണ്ട് റബ്ബർ വെട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നടന്നു പോയിട്ട് കുർബാന കൂടി തിരിച്ചു വരാനുള്ള കപ്പാസിറ്റി ഇല്ല, അത്ര എനിക്ക് ആവില്ല. ഈശോയ്ക്ക് അറിയാലോ, നമ്മുടെ ഉള്ളറിയുന്ന ഈശോയില്ലേ, നമ്മളെ അറിയാവുന്ന ഈശോയില്ലേ. അപ്പൊ ഞാൻ പറ്റുന്ന ദിവസങ്ങളിൽ പള്ളിയിൽ പോവും, അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും യൂട്യൂബിൽ കുർബാന കാണും. ഹോസ്റ്റലിലൊക്കെ ആയിരുന്നപ്പോഴാണ് ഞാൻ ജർമ്മൻ പഠിക്കുന്നത്. അപ്പോ പിള്ളേരോട് ചോദിക്കും, എടി നീ എന്തിനാ മൊബൈലിൽ കാണണേ? ശരിയാണ്, മൊബൈലിൽ കാണുന്നേക്കാളും നല്ലത് പള്ളിയിൽ പോയി കൂടുവാണ്. പക്ഷേ പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്നതായാലും ഈശോയ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ലല്ലോ. നമ്മുടെ അവസ്ഥ അനുസരിച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഈശോയ്ക്ക് നമ്മുടെ അവസ്ഥ തിരിയുമല്ലോ. എപ്പോഴും തന്നെ ഞാൻ വിചാരിക്കാറുണ്ട്, എന്റെ കൂട്ടുകാർക്കൊക്കെ ആണെങ്കിൽ ഈ ഈശോ വേറെന്തോ ഒരു വലിയ ശക്തി പോലെയാ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറയാറുണ്ട്, ജ്യോതിഷ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറയാറുണ്ട്, ഈശോയോട് ഇങ്ങനെ ഈശോയുടെ വർത്താനം പറയുക, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈശോയോട് പറയുന്നൊക്കെ പറയുമ്പോ ആള് പറയാറില്ല, അതൊരു ശക്തിയല്ലേ, പിന്നെ എങ്ങനെയാ ആ ശക്തിയോട് ഞാൻ അങ്ങനെയൊക്കെ പറയണ എങ്ങനെയാ? പരീക്ഷയ്ക്ക് പ്രാർത്ഥിക്കാൻ പറയുമ്പോ പറയും, നിസ്സാര കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഈശോയോട് നമ്മൾ ചോദിക്കണത് എന്തിനാ, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ അവിടെ ചോദിക്കരുതെന്നൊക്കെ പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ആളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈശോനെ ഒരു ഫ്രണ്ടായിട്ട്, അല്ലെങ്കിൽ ഈശോനെ ഒരു സ്വന്തം അപ്പനെ പോലെ, അമ്മേനെ പോലെ, ഒരു ഫ്രണ്ടിനെ പോലെ
സ്വന്തമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബന്ധം അങ്ങോട്ട് ചൈതനാവും. നമ്മുടെ ഫ്രണ്ടിനോട് നമ്മൾ പറയാതിരിക്കും എന്തെങ്കിലും ഒരു കാര്യം. എന്ത് ഫീൽ ചെയ്താലും നമ്മൾ പറയത്തില്ലേ, ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുവാ. ഞാൻ പറയാറുണ്ട് കേട്ടോ. ഈശോയോട് ചിലപ്പോൾ ഞാൻ ദേഷ്യം വരുമ്പോ പറയുവേ, ഈശോയെ എനിക്കിപ്പോ ദേഷ്യം വരണ്ട്, എനിക്ക് എന്നാ നിന്നെ ചെയ്യേണ്ടതെന്ന് കൂടി അറിഞ്ഞൂടാ. പിന്നെ പറയും, ഈശോയെ പറ്റത്തില്ല, നിന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ല, നീ ഉണ്ടോ? എന്റെ കുറവെന്ന് വെച്ചിട്ട് ഞാൻ ചിലപ്പോ ചോദിക്കും, ഈശോയെ നീ എവിടെയാ, നീ എന്നെ ഇട്ടിട്ട് പോയോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് പിന്നെ ഞാൻ തന്നെ പറയും, നീ എന്നെ ഇട്ടിട്ട് പോയാ പിന്നെ എനിക്ക് ആരാ ഉള്ളേ, എനിക്ക് പിന്നെ വേറെ ആരും ഇല്ലല്ലോ. നീ എന്നെ ഇട്ടിട്ട് പോയാൽ ഞാൻ ഒന്നുമില്ല. അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞോണ്ടിരിക്കേ. ഈശോ എന്നെ ഇട്ടിട്ട് പോയാൽ പിന്നെ ഞാൻ വട്ടപൂജയായി പോയില്ലേ. ഒരു പാട്ടില്ലേ, സീറോ ആയ ഞാൻ ഹീറോ ആയി എന്നും പറഞ്ഞിട്ടൊരു പാട്ടില്ലേ. അതൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്തോണ്ടിരിക്കും. ചിലപ്പോ തന്നെ പാടിക്കൊണ്ടിരിക്കും, സീറോ ആയി ഞാൻ ഹീറോ ആയി എന്നൊക്കെ. അങ്ങനെ നമുക്ക് എപ്പോഴും ഈശോയെ നമ്മുടെ സ്വന്തമായിട്ട് ഏറ്റവും, ഞാൻ പറയും, ചിലർ പറയും ഈശോനെ അപ്പനായിട്ട് കാണണം, ചിലർ പറയും അമ്മയായിട്ട് കാണണം. ഞാൻ പറയും ആരെയാണോ ഏറ്റവും ഇഷ്ടം ആ ആളായിട്ട് കാണാൻ പറ്റിയ അത് വലിയ ഭാഗ്യമായിരിക്കും. എനിക്ക് എന്റെ ഈശോ എന്റെ ആങ്ങളെയാ. ഓരോരുത്തർക്കും കൺഫേംഡ് ആയിട്ടുള്ള, ഓരോരുത്തർക്കും കംഫോർട്ട് ആയിട്ടുള്ള സോൺ ഉണ്ടായിരിക്കും. ഈശോയിലേക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കാൻ പറ്റിയത്, ഈശോയ്ക്ക് ഇന്ന ആളാവണം, അപ്പനാവണം, അമ്മയാവണം, എനിക്ക് ഭയങ്കര അധികാരം വേണം, അങ്ങനെയൊന്നുമല്ല. ഈശോനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്ന ഏത് അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണോ ആ അവസ്ഥയാണ് ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം. അവിടുന്ന് ഈശോയ്ക്ക് നമ്മളെ എങ്ങനെ സ്നേഹിക്കാനുള്ള എന്ത് മാർഗം ഈശോ നോക്കൂലോ. കുരിശ കയറാനാണെങ്കിൽ കുരിശ കയറാൻ, അപ്പം ആവാനാണെങ്കിൽ അപ്പം ആവാൻ, ഏത് രീതിയും ഈശോ ഒക്കെയാ. നിന്നെ സ്നേഹിക്കണം, അത്രേ ഉള്ളൂ ഈശോയ്ക്ക്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് രീതിയിലും ഈശോനെ സ്നേഹിക്കാൻ നോക്കുക. നമ്മളെ ഏറ്റവും കംഫോർട്ട് ആയിട്ടുള്ളത് ഏത് പേഴ്സൺ ആയിട്ടാണ് ഈശോനെ കാണാൻ നമുക്ക് പറ്റുക, എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കാനായിട്ട് പറ്റുക, ആ ഒരു രീതിയിൽ ഈശോനെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം. അതിപ്പോ ഏത് പേരിൽ വിളിച്ചാലും, ചിലർ അപ്പച്ചാന്ന് വിളിക്കും, ചിലര്, ഞാനാണെങ്കിൽ ജീസേട്ടായി എന്ന് വിളിക്കും കേട്ടോ. ഞാൻ ഈശോനെ വിളിക്കുന്ന ഒരു ഓമനപ്പേരുണ്ട്, ജീസേട്ടായി. അപ്പൊ നമുക്ക് എന്ത് രീതിയിലാണോ ആ രീതിയിൽ സ്നേഹിക്കുക. ഈശോ, മാതാവ്, അവരൊക്കെ നമ്മൾ സ്വന്തമായിട്ട് കാണുക. ഏതോ ഒരു രൂപക്കൂട്ടിലിരിക്കുന്ന രൂപമല്ല ഈ ഈശോയും മാതാവും ഒന്നും, ഏതോ രൂപക്കൂട്ടിലിരിക്കുന്ന രൂപമല്ല. എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്ന അമ്മ. ഇതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ചോദിക്കാം പരിസ്ഥിതി അമ്മയോട്. രാത്രി കിടക്കാൻ നേരത്ത് എന്നെ പഠിപ്പിച്ച, ഞാനൊക്കെ പണ്ട് തൊട്ട് ശീലിച്ച ഇതുണ്ട്. രാത്രി കിടക്കാൻ നേരത്തെ എത്ര നീളം മാതാവ് ചൊല്ലിയിട്ട് കിടക്കുക. എത്ര നീളം മാതാവ് ചൊല്ലിയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ധൈര്യ. അതുവരെ എന്ത് പറഞ്ഞാലും, എന്തൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചാലും, എത്ര നീളം മാതാവ് ചൊല്ലിയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ മാതാവിനെ മടിയിൽ കിടക്കുന്ന പോലെയാ. മാതാവിനെ അമ്മയുടെ മടിയിൽ കിടക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈശോയോട് ചോദിക്കണം. എനിക്ക് ഏറ്റവും ഈശോനെ സ്നേഹിക്കാൻ പറ്റുന്ന, മാതാവിനെ സ്നേഹിക്കാൻ പറ്റുന്ന, ഏറ്റവും വിശുദ്ധിയിൽ ജീവിക്കാൻ പറ്റുന്ന ഏത് സോണാണ് ഈശോയെ ഞാൻ നിനക്ക് തരേണ്ടതെന്ന് ചോദിക്കണം. അപ്പൊ അതിൽ നമുക്ക് ഈശോനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈശോനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈശോ ഇങ്ങോട്ട് ചോദിക്കും, നീ വിട്ടിട്ട് എങ്ങോട്ടാ പോണേ, നിനക്ക് പോകാൻ എവിടെ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ തന്നെ പറയേണ്ടി വരും, ഈശോയെ തിരിച്ച് ഞാൻ നിന്റെ മാറത്ത് തന്നെ വന്ന് തല തല്ലി വീഴുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഈശോനെ ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ച് സ്നേഹിക്കാൻ പറ്റട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.